ഹലോ ഹായ്, വെൽക്കം ടു ലക്കിപെരി കപ്പിൾസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങൾ മക്കളും കൊച്ചുമക്കളുമായിട്ട് ഒരു ടൂർ പോവുകയാണ്. യുവയ്ക്കാണെങ്കിൽ ഷൂട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തനിയല്ല, ഞങ്ങൾ 6 പേരായിട്ട് ഒരു ടൂർ പോവുകയാണ് അല്ലേ. ഭൂരിപക്ഷം പെൺപിള്ളേരാണ്. എവിടെയാ പോകുന്നത്? എവിടെ പോണേ? നമ്മള് വാഗമണ്ണി പോണേ. എവിടെ മക്കളെ? വാഗമണ്ണിൽ. അങ്ങനെ പോയിട്ടുണ്ട്. വാഗമണ്ണില് പാർവന നമ്മളെ കൂടെ ഉണ്ട്, മൃദുവായ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ശരി, നിങ്ങൾ പോകെ ഓരോ സ്ഥലങ്ങൾ കണ്ടു നിങ്ങൾ പോകും കേട്ടാ. അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി അപ്പൊ ഞാൻ വിചാരിച്ചേ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ അങ്ങോട്ട് വെച്ചേക്കാന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ മക്കളെ കൊള്ളാവോ? അവളെ അമ്മേരെ കണ്ണാടി തപ്പിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അടിച്ചു മാറ്റി എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അമ്പലത്തിലേക്ക് കയറി ഞങ്ങൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അല്ലേ ഞങ്ങളെ. തൊഴുത്. ഓക്കെ, പിന്നെന്ത് ചെയ്തു? ഇനി മഞ്ഞിലാണ് ഞങ്ങൾ പോണത്. വാഗമണ്ണിൽ പോവേണ്. പിള്ളേർക്കൊക്കെ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും നല്ല ഹോട്ടലിൽ കയറി ആര്യസിൽ കയറാം അല്ലേ ചേട്ടനെ? ആര്യസിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടർന്നേയിരിക്കും. അമ്മൂമ്മയുടെ പൊന്നുള്ളാണ് അത്. അമ്മൂമ്മക്ക് എത്ര പൊന്നു മക്കളുണ്ട്? ആരൊക്കെ? അടിപൊളി, സൂപ്പർ സൂപ്പർ. എടി കുഞ്ഞിനെ പിടിച്ചോ അമ്മോ. അങ്ങനെയുണ്ട് ജലദോഷം. അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് ഇറങ്ങി ഇത് ആര്യാസി കയറി കാപ്പിയെ കുടിച്ച്, പിന്നെ ക്ലിനിക്ക് കയറി. അമ്മൂന് സൈനസിന്റെ ഒരു പ്രശ്നമുണ്ട്, ജലദോഷത്തിൻ്റെ എല്ലാം. ഓ വിക്സ് മിഠായി കഴിക്കണം. അപ്പൊ ഞങ്ങള് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇല്ലേ ഇവിടെ നമുക്ക് പിന്നെ അതേ ഉള്ള ഉറക്കം. ഒരു ചായക്കട കണ്ടപ്പോഴത്തേക്ക് അച്ഛന് ചായക്കട നോക്കി വന്നു. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചായ കൊടുക്കണം മാത്രമേ പറയുന്നുള്ളൂ. ചായ കുടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾക്കൊക്കെ വേണമെന്ന് ചോദിച്ചു, പക്ഷെ ഞങ്ങൾ വേണ്ടെന്നാണ് പറയുന്നത്. അവിടെ ചെന്നൊരു ഭക്ഷണം കഴിക്കേണ്ടതല്ലേ ചേട്ടവന്? ഓക്കെ അല്ലേ? ഇതെന്തോന്നാണ്? ധനു ആരെ മടിയിലിരിക്കണ? എത്ര നേരം കൊണ്ട് അമ്മ വിളിച്ചോണ്ടിരിക്കുന്നത്? അമ്മ ഉണ്ടെങ്കിൽ വേണ്ട അല്ലേ? വേണം. അമ്മൂമ്മ വേണോ? അപ്പൂനെ ഒഴിവാക്കിയ മാമൂലി അപ്പൂപ്പനെ ഒഴിവാക്കിയ? ഇല്ലെന്ന് പറ. അവരെ ഇഷ്ടപ്പെട്ടെന്ന് പറ. എല്ലാവരെയും ഇഷ്ടമാണെന്ന് പറ. ധനുവിന് എല്ലാവരെയും ഒരേപോലെ ഇഷ്ടമാണെന്ന് പറ. ഇഷ്ടം. ഓക്കെ. ഞങ്ങളിതാ ഗ്രീൻബർഗ് ഹോളിഡേ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോവാണ്? റൂമിലേക്ക് പോകാൻ പോവാണ്. In 450 meters,
The destination is on your right. ഓക്കെ. ഞാനും ഇഷ്ടപ്പെട്ടത് ഞാൻ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അപ്പം ഞങ്ങൾ വന്ന് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചു. ഇനി റൂമിലേക്ക് പോവാണ്. ഇതാ കുട്ടികളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അവരുടെ സന്തോഷം കാരണം അപ്പോൾ ഇനി റൂമിലേക്ക് പോവാണ്. ലഗേജ് എടുക്കാൻ പറ്റി പോയിരിക്കുകയാണ്. ഗെയിമുണ്ട്. പിന്നെ പിന്നെ വേറെ എന്തുണ്ട്? അപ്പോൾ ഞങ്ങളിതാ ഇവിടെ എത്തി. ഞാൻ സർപ്രൈസ് എന്ന് പറയണത് ഇവിടെ വെച്ചാണ് 12th Man സിനിമയുടെ ഷൂട്ട് നടന്നത്. അതാണ് ഞാൻ സർപ്രൈസായിട്ട് പിന്നെ പറയാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. വരും. രണ്ട് മുറി. ഓപ്പൺ അച്ഛൻ പറഞ്ഞു ഞങ്ങൾക്ക് കൊച്ചു മുറി മതി, നിങ്ങൾ വലിയ റൂം എടുത്തോ എന്നൊക്കെ പറഞ്ഞു. ധനു പാല് വേണ്ടേ? എപ്പോ? ഇപ്പൊ പറഞ്ഞു, അമ്മ വിളിച്ചു പറഞ്ഞു ഇപ്പൊ കൊണ്ടുവരും. അച്ഛനിതാ നേരത്തെ പോലുള്ള സ്വഭാവം മാറ്റമൊന്നുമില്ല. അതല്ലേ ഷുഗർ എവിടെ? അതിനെ പൊട്ടിച്ച അമ്മോന് ഷുഗർ വേണോ? എനിക്ക് ഒന്ന് ഇട്ടോ. അച്ഛന് വേണോ? അനു ഗുഡ് മോർണിംഗ്. അനു ഇവിടെ വന്ന ആർക്കും ക്ഷീണമല്ല, ഏറ്റവും വലിയ ക്ഷീണം അനുവിനാണ്. അമ്മോ ബിസിയാണ് അല്ലേ? അമ്മോ മഴ നനയും മക്കളെ ഫോണ്. ആണോ? എന്തൊക്കെയാ സ്നാക്സ് ഉള്ളത്? പൊട്ടാറ്റോ ഇത് അപ്പം ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി കുട്ടികളെയും കൊണ്ട്. ഞങ്ങൾ ദാണ്ട പാർക്കിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ കൊണ്ടുവരേണ്ടിയിരുന്നത് ഇതിലൊക്കെ കയറിയിട്ടുണ്ട്. എന്ത് രസമുണ്ട്, കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒന്നാമത്തെ കാര്യം ഇവിടെ നമുക്ക് നമ്മളെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിനെയൊക്കെ കൊണ്ടുവരാം കേട്ടോ. ഇവിടെ അലോവഡാണ്, അതുകൊണ്ട് അതിനെയും കൊണ്ടുവരാം. നല്ല എൻജോയ്മെൻ്റ് അല്ലേ, നല്ല രസമുണ്ട് കാണാനൊക്കെ. അമ്മ മാറിയില്ലേ? കുതിരയോടെ പറക്കാൻ വരണത് മേടിച്ചവരായിരിക്കും. കുതിര ധനു തിരിഞ്ഞു നോക്ക്. ധനു കരയാ, കുതിര അവളെ പിടിക്ക പറഞ്ഞെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയിക്കൊണ്ടിരിക്ക. എന്തിനാ? വരില്ല. നല്ല സ്പീഡാ ഓടിച്ചോ. ആവോ
ശരീരാരോ ആ അമ്മയ്ക്കു നീ തേനല്ലേ ആയിരവല്ലി പൂവല്ലേ വെരി ഗുഡ്. എങ്ങനെയാ വീട്ടില് നമ്മളാ ജനലിന്റെ മേളിൽ കയറിയല്ലേ കഴിഞ്ഞു. ഇനി അടുത്ത കാര്യം കാല് ബലപ്പിച്ച് ചവിട്ട്. ഇനി അടുത്ത കാര്യം ഞങ്ങൾ പറഞ്ഞ് അഡീഷണൽ ഒരു ബെഡ് കൂടെ വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ സിംഗിളിൻ്റെ 2 ബെഡ് കൊടുത്തിട്ട് കുട്ടികളാണെങ്കിൽ ഒരു കുട്ടികളെ വെച്ച് കിടത്തി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, നമ്മുടെയൊക്കെ പുറത്തോട്ട് തള്ളിയിടും. അങ്ങനെ തന്നെത്താനെ വിരിക്കുക 2 പേരും കൂടെ ചേർന്ന്. ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അകത്ത് കുറേ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. പല വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഇഷ്ടമുള്ളത് തന്നെ ചൂസ് ചെയ്ത് നമുക്ക് ഭക്ഷണം കഴിക്കാം. വളരെ സന്തോഷത്തോടെ ഇതൊക്കെ ഇരുന്ന് സമയമെടുത്ത് തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി അകത്ത് മാത്രമല്ല പുറത്തും ഉണ്ട് അല്ലേ? ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഞങ്ങൾ ഇനി അടുത്തത് ഞങ്ങൾ ആദ്യമായിട്ട് ട്രക്കിങ്ങിന് പോവാണ്. അവർ നമ്മളെ കൊണ്ടുപോകാനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സ്പേസ് ഉണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി സ്വിമ്മിങ് പൂളായാലും ശരി, വലിയവർക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ കുട്ടികളെ കൊണ്ട് എല്ലാവരും ഇവിടെ വരാൻ ഒരുപാട് ഞങ്ങൾ 1-2 സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, ഡാൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാർ പാർക്കിംഗ് ആണെങ്കിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഒക്കെ കാണിച്ചു തരാം, വഴിയെല്ലാം വെയിലടിക്കാൻ വേണ്ടിയല്ല, അടിക്കാതിരിക്കാൻ വേണ്ടി. എപ്പോഴും തന്നെ അവളെ വേർഡ്സിൽ പകുതി കളയും കേട്ടോ. പിന്നെ നമ്മൾ വേണം കൂടെ നടന്ന് ഫില്ല് ചെയ്യാൻ. നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് മൽബറി. അടിപൊളി. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. ഇതാണോ ഫ്രൂട്ട് ഐറ്റം നീ പറയുന്നത്? അല്ല, ഇത് വേറെ എന്തോ ആണ്. ഇതൊരു ഫ്രൂട്ട് ആയിരിക്കും, നമുക്കറിയില്ലല്ലോ. കണ്ട ഈ കാണുന്ന സ്ഥലം കണ്ട പക്ഷേ റൂമിനകത്ത് തന്നെ ഇരിക്കണ്ട, നമുക്ക് വെളിയിൽ ഇറങ്ങി ഒരുപാട് കറങ്ങാം. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 78 ഏക്കർ ഉണ്ട് കേട്ടോ. അല്ല 78 ഏക്കേഴ്സ്, ഞാൻ ചോദിച്ചായിരുന്നു. 78 ഏക്കേഴ്സ് ഉണ്ട്. ഏതാണ്ട് 40ഓളം കോട്ടേജ് ഉണ്ട് അവർക്ക്. പിന്നെ കൂടാതെ മറ്റേ എന്താ പറയുക, ഒരു വലിയൊരു റൂമുണ്ട്. ഏതാണ്ട് ഒരു 20 പേർക്ക് ഒന്നിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന മാതിരിയുള്ളൊരു അതൊരു ക്ലബ്ബ് മാതിരി ഒരു ഇതുണ്ട് അവർക്ക്. 20 പേര് സ്റ്റേ ചെയ്യാൻ. രണ്ട് കുട കയ്യിലുണ്ട്, അതുകൊണ്ട് ഒരു കുട എൻ്റെ കയ്യിൽ തരാനുള്ള പരിപാടിയാണ്. ഇതാണ് ട്രക്കിംഗ് പോകുന്ന വഴി കേട്ടോ. നടന്നിട്ടും ശരിയാവാത്തവര് ഇത് വരിക, നല്ലൊരു എക്സസൈസ് ആണ്. എനിക്ക് തേരി കയറിയാൽ ഭയങ്കര പേടിയാണ്, പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ. കയറിക്കോ തേരി കയറിക്കോ. യാമി അങ്ങ് കയറി ടോപ്പ് മോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുക. യാമി കയറിക്കോ. ഫോൺ ഓക്കെ. ആൻഡ് അനദർ പേഴ്സൺ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നനു. നമ്മൾ പകുതി ആയിട്ടുള്ളൂ, ബാക്കി വരികയാണ്. പകുതിയല്ല, ഓൾമോസ്റ്റ് എത്തി.
അവൾ അപ്പൂപ്പൻ്റെ മോളാ, തെന്നും. വെള്ളം തരുവിന് കുഞ്ഞിന് വേണം. അവിടെ നിർത്തരാം. അനു 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 ആണ്ടെ ഇതായിരുന്നു സ്ഥലം നമ്മളുടെ കേട്ടോ. നമ്മൾ ഈ വഴി കൂടെയൊക്കെ നടന്നു വന്നത്, ആ കാണുന്ന വഴി കൂടെയൊക്കെ നടന്നു വന്നത്. അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് അവിടെ ഈ താഴെ ഈ വഴി കൂടെ കയറി ഇങ്ങനെ വന്ന് ഇതിലേ കൂടെ കയറി ആണ്ടെ ഇപ്പം ഈ വഴി കൂടെ നമ്മളിങ്ങനെ അടുത്ത ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുകളിലോട്ട്. അതാണ്ട് അറ്റ്ലാസ് നമ്മളിവിടെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് മുകളിലോട്ട്. അതാണ്ടേ നല്ല വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ നിന്നാണ് നമ്മൾ ഇത് പിടിച്ചേ. ഇത് ഞാൻ സൂം ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ബ്രാഷ് ആസ് യൂഷ്വൽ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞു. ഒരാൾക്ക് ഇതൊന്നും പ്രശ്നമല്ല, അവൾക്ക് അതിനെ മേളി വലിഞ്ഞ് കയറണം. അതിനുള്ള ശ്രമമാണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാമി അതിലെ കൂടെ കറങ്ങി കയറ്, അതിലെ കൂടെ വാ, ഇങ്ങനെ വാ. ഇതിലെ കൂടെ അങ്ങോട്ട് പോകണ്ട, ഇതിലെ കൂടെ. ആ അങ്കിൾ പിടിക്കും, അങ്കിൾ ഞാൻ പറഞ്ഞു കൈ പിടിക്കാൻ പറഞ്ഞു. വാവ് സൂപ്പർ. തിരിച്ചിറങ്ങാൻ തുടങ്ങി. കാര്യം അല്ലാതെ കഴിയാൻ നല്ല വെയിൽ അങ്ങനെയുള്ള കാരണം ഒരു രക്ഷയില്ല. അതാണ് പിള്ളേർ കരച്ചിൽ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. ആ ഒരാൾ താണ്ട മരത്തിൻ്റെ പണ്ടേ വലിഞ്ഞു കയറിയിരിക്കുക അല്ലേ? മരം കയറി പിന്നെ അവരെന്തേ അവരവിടെ കാണാൻ പോലുമില്ല. യാമിയും കൂടെ നോക്കിയേ, യാമിക്ക് ഇഷ്ടപ്പെട്ടോ അതിൻ്റെ മുകളിൽ? അനു നീ അതിൻ്റെ മുകളിൽ നിൽക്കുന്നോ? താഴെ വരുന്നോണ്ട് ഒരാൾ ഓടി വരുന്നോള്. താഴെ ഓട്ടം നല്ല ഓട്ടം. മതിയായോ? എന്ത് പറ്റി? ഫോട്ടോ എടുക്കട്ടെ. ആ പറഞ്ഞേ എന്തോ? യോയോ. അടുത്ത ആൾ കയറി, ഒരാൾ താഴോട്ട് ഇറങ്ങി, അടുത്ത ആൾ താഴെ കയറിയിരിക്കുകയാണ്. അമ്മ ഇറങ്ങട്ടെ പറഞ്ഞു, ഇവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ധനു വന്ന് ഇങ്ങനെ ചമ്പളം പറഞ്ഞ് അവൾ പഠിച്ചത് തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇങ്ങനെ ചമ്പളം പറഞ്ഞിരിക്കാൻ പഠിച്ചത്. കണ്ട ഇത് പറ്റി. ആ ഇവിടെ ഇരുന്നു രണ്ടുപേരും ഇവിടെ ഇരുന്നു. പോയി മറ്റേ ട്രക്കിങ്ങിന് പോയിട്ട് തിരിച്ച് റൂമിൽ വന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തു. അടുത്ത ഇനി കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്, പിന്നെ റിവർ ക്രോസിങ്ങും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൊണ്ട് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് വെയിറ്റ് ലിമിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾക്ക് കുറഞ്ഞത് എനിക്കൊരു 75-76 വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും മുട്ടുമടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് മക്കൾ പോകാമെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ എനിക്കൊന്നാമത് ഹാൻഡ് പവറും കൂടെ കുറവാണ്. ഹാൻഡ് പവർ ഉള്ളത് തിരിച്ച് പുള്ളി ചെയ്ത് വരാമെന്നാണ് പറയണത്. പക്ഷെ അവർ അങ്ങോട്ട് ഫ്രീ ആയിട്ട് അവർ കൊണ്ടുപോകുന്ന ഒരു ട്രക്കനങ്ങ് വിടും അല്ലേ? അങ്ങനെ വിടും. തിരിച്ച് വരുമ്പോൾ നമ്മൾ ഹാൻഡ് പവർ ഉപയോഗിച്ചാണ് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. പക്ഷേ എനിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ ശേഷമുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ എനിക്ക് 2 കൈ ഒടിഞ്ഞതാണ്. അപ്പോൾ ഹാൻഡ് പവർ കുറവാണ് ഒന്നാമത്തെ കാര്യം. ഹാൻഡ് പവർ ഉള്ളവർക്ക് തിരിച്ച് പോകാൻ നല്ലൊരു എന്നുവെച്ചാൽ എന്താ പറയേണ്ടത്, ഗെയിമാണ് അത്. എല്ലാവരും പോകണം. ഞാൻ പറഞ്ഞത് എൻ്റെ മക്കളെ ഞാൻ ഫോഴ്സ് ചെയ്യാണ്, പോണെങ്കിൽ പോവാം.
ഇങ്ങനെ ഇങ്ങനെ ബാക്കിലോട്ട് വലിച്ചു 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 വരണം. ബാക്കിലോട്ടല്ലേ ഫ്രണ്ടിലോട്ടല്ലേ? ബാക്കിലോട്ട് നമ്മളിങ്ങനെ നമ്മളിതിങ്ങനെ ഹാങ് ചെയ്തിട്ടേ ഇത് ഇട്ടിട്ട് നമ്മളിങ്ങനെ കിടക്കല്ലേ ചെയ്യാം. ഇതിന് വലിച്ച് 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 തിരിഞ്ഞ് ബാക്കിലോട്ടാണ്. നമ്മൾ ആക്ച്വലി ഇങ്ങനെ കിടക്കുക ചെയ്യുന്നത്. ഫുൾ കിടക്കുമല്ല, പകുതി സെമി കിടന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇങ്ങനെ 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 കൈപ്പവർ ഇല്ലെങ്കിൽ തിരിച്ച് നടുക്ക് പോയി അവിടെ കിടക്കും വെള്ളത്തിന്. അപ്പൊ അല്ല നിന്നെ ഒരു തോട്ടിയിട്ട് വലിച്ചോളാം ഇങ്ങോട്ടേക്ക്. ഉണ്ടോ മോനെ? നമ്മള് വരും. നമ്മള് വരും. ഇവിടെ ഒരാൾ കരഞ്ഞ് പൊടിക്കാണ്. അവളുടെ അമ്മയെ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾക്ക് ഭയങ്കര പേടി. കണ്ണാടി അവിടെ വെച്ചിട്ട് ഓടി വാ. കണ്ണാടി അവിടെ വെച്ചിട്ട് ഓടി വാ. കണ്ണാടി ഓടിക്കും ഓടി വാ. പകുതി ആകുമ്പോഴത്തേക്ക് നീ ഹാൻഡ് പവർ നല്ലോണം വലിക്കാതെ രീതിയിൽ കൈ ഇടയ്ക്കാറേ. വാ വാ എക്സ്പീരിയൻസ് പറ. ഇവിടെ 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 എങ്ങനെയുണ്ട്? 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 താഴെ പോയിട്ട് വെള്ളം നോക്കിയോ? ബോട്ടിങ്ങിൻ്റെ ഏരിയയിലേക്ക് ഞങ്ങൾ പോവാണ്. സ്റ്റെപ്പ് ഇറങ്ങി പോകണം. റിവർ ക്രോസിങ്ങും ബോട്ടിങ്, കയാക്കിങ്, ബാംബു റാഫ്റ്റിങ്ങും വാട്ടർ സൈക്ലിങ്ങും. കുറച്ച് ബോട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ലഞ്ചിനുള്ള സമയമായി. ഇപ്പോൾ അവർ ഇന്ന് ഈസ്റ്റർ കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അവർ പ്രത്യേകിച്ചുള്ള ഫുഡൊക്കെയാണ്. ഗീ റൈസ് ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, കപ്പയുണ്ട്, വൈറ്റ് റൈസ് ഉണ്ട്, പിന്നെ ബീഫ് കോക്കനട്ട് കറിയുണ്ട്, ഫിഷ് വറ്റിച്ചത്, ചിക്കൻ കൊണ്ടാട്ടം, പപ്പടം, എഗ്ഗ്, കാന്താരി മുളകൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. വെജിറ്റബിൾസ്, നെല്ലിക്ക, മാങ്ങ, കാരറ്റ്, മുളക്, അല്ലാത്ത കുറച്ച് വെജിറ്റബിൾസ്, ക്യാബേജ്, ബ്രൊക്കോളി, ഇത് തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചിപ്സ് ഐറ്റംസൊക്കെ ഉണ്ട്. ഇതൊക്കെ ചിക്കൻ്റെ പല വെറൈറ്റികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. പരിപ്പ് കൂട്ടാനും ഒക്കെ ഉണ്ട്. രസം, പിന്നെ ഐസ്ക്രീമുണ്ട് കേട്ടോ. ഐസ്ക്രീമൊക്കെ ഉണ്ട്. ഇത് കുറച്ച് ആക്ടിവിറ്റീസ് അല്ലേ, ആക്ടിവിറ്റീസ് ഏരിയയാണ് ഇത്. വലിയവർക്ക് വന്നാൽ അഡൾട്ട്സ് അവർക്കൊക്കെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റും എൻ്റെത്. പിന്നെ അതേപോലെ ഇപ്പുറത്ത് കുഞ്ഞുങ്ങൾക്കുള്ള കുറേ ആക്ടിവിറ്റി ഏരിയ ഉണ്ട്. ഇത് കൂടാതെ കേട്ടോ എല്ലാ റിസ്ക്കും റെഡിയാക്കി എടുക്കുന്നത് ഒറ്റ ആളാണ് നമ്മളുടെ കൂട്ടത്തിൽ. ഒന്നല്ല, രണ്ടുപേരും എടുക്കും. അതിൽ ഒരാൾ ഇച്ചിരി ബാക്കിലോട്ടാ. പലപ്പോഴും പ്രഷറൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് അവൾ കൈയിടുന്നത്. ഇതിൻ്റെ ഒരു വേറെ സ്റ്റാർട്ടിങ്ങിലും പിന്നെ നിനക്ക് ധൈര്യമുണ്ടല്ലോ, പോ. ചിരിച്ചാലും ഒന്നും ചെയ്യാനും പറ്റണില്ല. കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കരുത്, ഒറ്റ പോക്കം പോകണം. അങ്ങനെ പോകണം. നിന്ന് കഴിയുമ്പോഴാണ് ഇങ്ങനെ കിടന്ന് ഷിവർ ചെയ്തോണ്ടിരിക്കും.
സ്പീഡ് നടന്നു നോക്കൂ. അനു പറക്കാൻ ആലോചിക്കുന്നത്. താഴെ വിടാൻ തൂങ്ങിക്കണം തോന്നും പറ്റത്തില്ല. കിടന്ന് ഒച്ചമോളം വെച്ച് കളയല്. നാട്ടിലുള്ളവരെല്ലാം കൂടെ ഓടി വരും. വാ വന്നോ വന്നോ വന്നോ, കാല് വെക്കടി. അവിടെ അല്ല, ഇങ്ങേറ്റം. ആ നടുക്ക് വെക്കണം. ആ അത് തന്നെ, അത്രേ ഉള്ളൂ. നേരെ അങ്ങോട്ട് വെക്കുക. മൂലക്കല്ല, നടുക്കേ ചവിട്ടാവും. ആ സൈഡിൽ ചവിട്ടിയാൽ ചെരിഞ്ഞു പോവും. ഈച്ച ഇതിനെ അങ്ങനെ നടുക്ക് ചവിട്ടി പോരെ. സൈഡിൽ ചവിട്ടല്ലേ, നടുക്ക്. നേരെ ഓരോ കാല് ഫ്രണ്ട് മറ്റേ ഇതില്ലേ, എന്താ ക്യാറ്റ് വാക്ക് മാതിരി. ഇങ്ങനെ അനു അവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നു. അമ്മു താണ്ട് ഇവിടെ തൂങ്ങി കിടക്കുന്നു. അള്ളിപ്പിടിച്ച് അടുത്ത സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുക അവള്. ഒരു അവിടെ നിന്ന് ഊരിയിട്ട് ഇപ്പുറത്തോട്ടില്ലേ. ഇതാണ്ടേ ലാഡർ ഉണന്നിട്ട് ഇറക്കുന്നുണ്ട് ഗതികേട്. നീട്ട് വലിക്കല്, വലിച്ച പുള്ളിക്കാരൻ്റെ അത് എടുക്കാൻ പറ്റില്ല. ലാഡർ കുഴപ്പമില്ല, അത് അവർ ചായ നിൽക്കുകയാണ്. ആ മക്കളെ പിടിച്ചോണേ അനു. എല്ലാ ഇതും പോയി. അങ്ങനെ അനു തോറ്റു മടങ്ങുന്നു. അങ്ങനെ പിള്ളേർ കുറച്ച് ഒരു 2 ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാൾ സ്കൂട്ട് ചെയ്തു. രണ്ടല്ല, 1 കഴിഞ്ഞപ്പോൾ ഒരാൾ സ്കൂട്ട് ചെയ്തു, 2ാമത്തെ കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ സ്കൂട്ട് ചെയ്തു. അപ്പോൾ ഇനി അവർക്കത് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസ് കുറവ്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന പുള്ളിക്കാരനെ കൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ചെയ്യാൻ വേണ്ടി. ഹലോ പറഞ്ഞു. ഹായ്, പേരെന്താ? ഐവിനാണ് ഇനി അങ്ങോട്ട് കണ്ണി ചെയ്ത് കാണിക്കാൻ പോകുന്നത് കേട്ടോ. നമുക്കതെല്ലാം കാണാം ഇനി അത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്, എങ്ങനെയാണെന്നുള്ളത് ആക്ടിവിറ്റിയുടെ. ഒരാൾ പോവാണ്. ഇത് വെച്ചാൽ ആദ്യത്തെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ജലദോഷമുണ്ട്, അതുകൊണ്ട് ഇറങ്ങാനില്ല. നമുക്ക് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അതൊന്നും വക വയ്ക്കാതെ ഇറങ്ങുക. അവിടെ ഒരാൾ വരുന്നേ ഉള്ളൂ. ഇതാണ് കുഞ്ഞുങ്ങളുടെ, കൊച്ചു കുട്ടികളുടെ സ്വിമ്മിങ് പൂള്. പിന്നെ അതാണ് വലുത്. ഇത് വലിയവരുടെ. മുകളിലോട്ട് ഒരാള് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങാത്ത ആളതാ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടി കുത്തിയിരിക്കുന്നു. നീ ഒരു കാര്യം തിരിഞ്ഞിട്ട് പയ്യെ ചവിട്ടി താഴോട്ട് ഇറങ്ങി നോക്ക് എത്ര ദൂരം പോകുന്നില്ല കാല്. അതെടുത്തിട്ടിട്ട്
എന്ത് ചെയ്യാനാ? പ്ലപ്പ് 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 ചാടട്ടെന്ന് എടുത്തിട്ട് ഒന്നും പയ്യെ ചെയ്യാറിയില്ല. എവിടെ എവിടെയാണെന്നാ? അതെ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല അതില്. എങ്കിൽ ആ സൈഡ് ഇത് അപ്പുറത്തെ ഇതിൽ പോയി ഇറങ്ങണം. അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നു, മോള് നോക്കിക്കൊണ്ടിരിക്കുന്നു. മോക്കൊരു കോൺഫിഡൻസ് പിടിച്ചു വലിച്ചോണ്ടിരിക്കുന്നു. അയ്യേ എടേ ആ കമ്പി വിട്ട് വാടിക്കോട്ട്. എടേ കമ്പി വിട്ട് തിരിച്ചോ നിൽക്കും. വാ, മോള് പോയപ്പോ കോൺഫിഡൻസ് മൊത്തം പോയി. വാ, ഒരു രക്ഷയില്ല. എനിക്ക് വീഡിയോ പോലും എടുക്കാൻ പറ്റത്തില്ല ചിരിച്ചിരിച്ചിട്ട്. എന്തുവാടി കമ്പിയെല്ലാം കൂടെ ഇളക്കിക്കൊണ്ട് പോരുമോ നീ? റാണിയെ, നീ ആ കമ്പിയെല്ലാം കൂടെ ഇളക്കിക്കൊണ്ട് താഴെ പോരുമോ സ്വിമ്മിങ് പൂളിനകത്തോട്ട്? ആകെ ഒരു അത്താണി അത് വലിഞ്ഞു കയറാൻ നിനക്ക്. അതില്ലാതാക്കിയാൽ പോയി. ഇവിടെ ഉള്ള പിള്ളേരെ അത്രയും വിളിക്കേണ്ടി വരും. നല്ലോണം അടിച്ചു വിളിച്ചു. രക്ഷയില്ല. ഇവിടെ വിട്ട് പോകാൻ തന്നെ തോന്നുന്നില്ല. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക്. അല്ലേ ചേട്ടാ? ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി. അതുകൊണ്ടും എല്ലാവരും ഇവിടെ വരിക. ഗ്രീൻ ബർഗ് എന്നുള്ള റിസോർട്ടിലേക്ക്. സ്ഥലത്തിന്റെ പേര് ഓഫ് റോഡ് വഴിയാണ് കുളമാവ്. ഓക്കെ. ഇവിടെ വരിക. ഞങ്ങൾ അതുപോലെ എൻജോയ് ചെയ്തു. അതുപോലെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യും എന്നുള്ളത് എന്ന പ്രതീക്ഷയോടെ ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ നിർത്തുന്നു. ഞങ്ങളുടെ ഉരുളക്കുപ്പേരി യൂട്യൂബ് ചാനലിൻ്റെ ഇപ്പോഴത്തെ പരിപാടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ ഞങ്ങൾ അടുത്തതിൽ കാണാം.